ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ചാപ്റ്ററായ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നതിലെ 13ാമത്തെ എക്സസൈസ് ക്വസ്റ്റ്യനാണ്. ഇതിൽ 2 പാർട്ടുകളാണുള്ളത്. അതിൽ എ പാർട്ട് ഇതാണ്. എ സർക്കുലർ കോയിൽ ഓഫ് 30 ടേൺസ് ആൻഡ് റേഡിയസ് 8 cm ക്യാരിങ് എ കറണ്ട് ഓഫ് 6 ആംപിയർ ഈസ് സസ്പെൻഡഡ് വെർട്ടിക്കലി ഇൻ എ യൂണിഫോം horizontal magnetic field of magnitude 1 Tesla. The field lines make an angle of 60 degree with the normal of the coil. Calculate the magnitude of the counter torque that must be applied to prevent the coil from the turning. B part question idana. Would your answer change if the circular coil in A were replaced by a planar coil of some irregular shape that encloses the same area? All other particulars are also unaltered. ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കൗണ്ടർ ടോർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. കൗണ്ടർ ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആയിരിക്കും. സോ കൗണ്ടർ ടോർക്ക് which is equal to deflecting torque or applied torque. Deflecting torque equation നമുക്കറിയാം NIAB sin theta. നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയായിരുന്നു തന്നിരിക്കുന്നത്? നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. N is equal to 30. പിന്നെ പറഞ്ഞിരിക്കുന്നത് റേഡിയസ് തന്നിട്ടുണ്ട്. R ഈസ് ഈക്വൽ ടു 8 cm. സെൻറ്റിമീറ്റർ എന്നുള്ളതിന് നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 8 × 10⁻² മീറ്റർ. പിന്നീട് തന്നിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. B ഈസ് ഈക്വൽ ടു 1 ടെസ്ല. B ഈക്വൽ ടു 1 ടെസ്ല. പിന്നെ കറണ്ട് തന്നിട്ടുണ്ട് 6 ആംപിയർ. സോ I ഈസ് ഈക്വൽ ടു 6 ആംപിയർ. ഇനി ഏരിയ വേണം നമുക്ക്. ഏരിയയുടെ ഇക്വേഷൻ πr². സോ π × 3.14 × 8 × 10⁻²² ഇനി ഇതെല്ലാം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? N ഈസ് ഈക്വൽ ടു 30 × I എന്ന് പറയുന്ന കറണ്ടാണ് 6 ആംപിയർ × πr² ഏരിയ 3.14 × 8 × 10⁻² ബിയുടെ വാല്യൂ 1 ആണ്. അത് സൈൻ ആംഗിൾ എത്രയായിരുന്നു? ആംഗിൾ 60 ഡിഗ്രി ആയിരുന്നു. സൈൻ 60 ഈസ് ഈക്വൽ ടു സൈൻ 60യുടെ വാല്യൂ എത്ര വരും? സൈൻ 60 ഈസ് ഈക്വൽ ടു √3/2 ആണ്. ഇത്രയും അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ 3.1 എന്ന് കിട്ടും. 3.1 യൂണിറ്റ് എന്ത് വരും? ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ ആണ്. സോ 3.1 ന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ആ സർക്കുലർ കോയിലിനെ മാറ്റി പകരം ഒരു പ്ലെയിനാർ കോയിൽ എടുത്തു. ഇറഗുലർ ഷേപ്പ് ആണെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറഗുലർ ഷേപ്പിലുള്ളൊരു പ്ലെയിനാർ ലൂപ്പാണ് എടുക്കുന്നതെങ്കിലും ചേഞ്ച് ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ സെയിം ടോർക്ക് തന്നെയായിരിക്കും അവിടെയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. 3.1 ന്യൂട്ടൺ മീറ്റർ.